ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നിനക്ക് ശാലിനി മരിച്ചതിൽ ഒരു വിഷമം ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗോപാലന്റെ സ്വത്തുക്കൾ ഇനി ഒറ്റയ്ക്ക് അനുഭവിക്കാന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. പക്ഷേ അതൊന്നും അനുഭവിക്കാൻ നിനക്ക് യോഗം ഉണ്ടാവില്ല. ഇത് ഗിരിയുടെ വാക്കാ. ഞാനിപ്പോ വരാം. അപകടത്തെക്കുറിച്ച് ഡോക്ടർക്ക് എന്തെങ്കിലും സൂചനകൾ തരാൻ പറ്റുമോ? ഒരു കാറോ ജീപ്പോ ആണ് ഇടിച്ചത്, അതും റിവേഴ്സ് എടുക്കുമ്പോ. എന്തായാലും വണ്ടി ഓടിച്ചയാൾ അറിയാതിരിക്കില്ല. ആ കുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു ശ്രമവും അവർ നടത്തിയിട്ടില്ല. രക്തം വാർന്നാണ് മരണം. കുറച്ചു നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ശാലിനിയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കുറച്ചു നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ശാലിനിയെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. കർമ്മഫലം എന്നൊന്ന് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണിത്, അല്ല മാഡം? എനിക്ക് ആ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി മെയിൽ ചെയ്യണം. യെസ് മാഡം. എന്താ മാഡം? ഏയ് ഒന്നുമില്ല. ലെറ്റ്സ് ഗോ. നമുക്ക് എത്രയും പെട്ടെന്ന് ഗോപാലിനെ അറസ്റ്റ് ചെയ്യണം. ശാലിനിയുടെ മരണവാർത്ത അറിഞ്ഞാൽ അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്റെ ഒരു കഷ്ടകാലം നോക്കണം. എന്റെ മകളെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. നാടിന്റെ മുക്കിലും മൂലയിലും മഞ്ജുവിന്റെ പോലീസ് എന്നെ തേടി നടക്കല്ലേ. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എന്റെ മകളുടെ ചെത എരിഞ്ഞു തീരുന്നതിന് മുമ്പ് ഗിരിയുടെ കുടുംബത്തിലും മരണം സംഭവിക്കണം. അതെന്റെ വാശിയാ. ഞങ്ങൾ മുതലാളിയുടെ കൂടെ ഉണ്ട്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അവന്റെ വീട്ടിൽ കയറി പണിയണോ ഗോപാൽജി പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ആക്രമിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല, ഗിരി ഇപ്പോ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങിക്കാണും. ഇനിയൊരു ശക്തി പ്രകടനത്തിൽ നിന്നാ നമ്മൾ ജയിച്ചൊന്നും വരില്ല. പിന്നെ എന്ത് ചെയ്യണം ഗോപാൽജിയുടെ ഉദ്ദേശം? നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം. നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ ആ വീട്ടിലൊരാളുള്ളപ്പോൾ ഞാനിതിനെ ശക്തി ഉപയോഗിക്കുന്നേ. അതാരാ ഗോപാൽജി? ആരാ നിന്നെ വിളിക്കുന്നത്? അറിയില്ല. ഗോപാൽജിയാണോ? പ്രീതി, ഈ അവസ്ഥയിൽ നീ ഗോപാൽജിയെ സഹായിച്ചാ ഗിരിയേട്ട് നിന്നെ ഉറപ്പായിട്ടും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. എനിക്ക് നിന്റെ ഉപദേശത്തിന്റെ ഒരാവശ്യമില്ല. ഗോപാൽജി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണെന്ന് എനിക്കറിയാം. അയാളെ സഹായിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. ഏതോ ഒരു നമ്പറിൽ നിന്ന് ഒരു കോള് വന്നപ്പോഴേക്കും നീ ഓരോന്ന് സങ്കല്പിച്ചു കൂട്ടണ്ട. നീ നിന്റെ പണി നോക്കി പോവാൻ നോക്ക്. ഹലോ. ഹലോ, ഗോപാൽജിയാ. എന്നെന്തിനാ വിളിച്ചത്? എനിക്ക് നിന്റെ കുറച്ച് സഹായം ആവശ്യമുണ്ട്. തനിക്ക് ഒരു സഹായവും ചെയ്തു തരേണ്ട ആവശ്യം എനിക്കില്ല. അതെനിക്കും അറിയാം. പക്ഷേ ഇത് പ്രീതിക്കും കൂടെ ഉപകാരമുള്ളൊരു കാര്യമാ. എന്താ കാര്യം? എനിക്ക് എന്റെ മകള് നഷ്ടപ്പെട്ടവരും അറിഞ്ഞു കാണുമല്ലോ. ഗിരിയും അതേ വേദന അനുഭവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതിന് പ്രതീക്ഷ വീട്ടിലേക്ക് വരുമ്പോ അവളെ തട്ടിക്കൊണ്ടുവന്ന് നീ എന്നെ ഏൽപ്പിക്കണം. ഞാനെന്തിനാ അങ്ങനെ ചെയ്യേണ്ടത്? ഗിരിയേട്ടൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ഇത്രയും ബുദ്ധിയുള്ള നീ ഗിരിയുടെ കാര്യത്തിൽ എന്തുകൊണ്ടാ മണ്ടത്തരം കാണിക്കുന്നതെന്നാ. ഗിരി ഒരിക്കലും നിന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല. അതും പ്രതീക്ഷിച്ച് നീ ഇരിക്കുന്നതേ വെറുതെയാ. അല്ലെങ്കിലേ ഗിരിക്ക് മഞ്ജുവിനോട് നല്ല സ്നേഹമുണ്ടായിരുന്നു. മാധവന്റെ കേസിൽ
അവന്റെ നിരപരാധിത്വം തെളിയിച്ച മഞ്ജു ഇപ്പോ അവന്റെ മനസ്സിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയധികം വൈകാതെ ഗിരി നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. നീ നിന്റെ ജീവിതത്തിൽ വിലപ്പെട്ട 5 വർഷം ഗിരിയുടെ അമ്മയെ ശുശ്രൂഷിച്ചത് മിച്ചം. നിനക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാ, ഗിരിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു പണി കൊടുക്കണം. മകളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വിഷമം ഗിരിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി. അമ്മ ഈ ഗുളിക കഴിക്കാം. ഞാനന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാം. പെട്ടെന്ന് വരാം. നിങ്ങളിരിക്കെ, ഞാനന്ന് അമ്പലം വരെ പോയിട്ട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുമെന്നും ഗോപാൽജിയുടെ മാളികയിൽ രാജ്ഞിയെ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നല്ലോ. ഇപ്പൊ സ്വന്തം കുബത്തിയുടെ മേളിലുണ്ടായിരുന്ന നിന്റെ ആത്മവിശ്വാസമൊക്കെ പോയോ? ഞാൻ നിന്റെ കുഞ്ഞിനെ കൊന്നു നുണ പറഞ്ഞ് നീ എന്നെ എന്റെ ചേച്ചിയുടെ മുന്നിൽ പോലും കുറ്റക്കാരിയാക്കി. അതിന് നിനക്ക് ദൈവം തന്ന ശിക്ഷ ഇപ്പോഴാണ് നിന്റെ അവസ്ഥ. നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്. ഞാൻ നിന്നെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്. കാശാണ് ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് ഞാൻ കരുതി. അത് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും ഒരുപാട് വൈകി. എനിക്കൊരു അമ്മയാവണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് ആ സ്വപ്നമാ. നീ പറഞ്ഞതുപോലെ ദൈവം എന്നെ ശിക്ഷിക്കുന്നതാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. ഇനിയുള്ള ജീവിതം ആ ശിക്ഷ ഏറ്റുവാങ്ങി ഞാൻ ഒറ്റയ്ക്ക് തീർത്തോളാം. കുഞ്ഞമ്മ പറയുന്നതൊന്നും ആന്റി കാര്യമായിട്ട് എടുക്കണ്ട. ദേഷ്യം വന്നാ കുഞ്ഞമ്മ പലതും പറയും. പക്ഷേ ആള് വെറും പാവ. ആന്റി ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എല്ലാരും കൂടെയുണ്ട്. ആന്റിക്ക് എന്തൊക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ എല്ലാരും മാപ്പ് തരും. ആന്റിക്ക് മക്കളില്ലാത്ത വിഷമം ഒന്നും വേണ്ട. ഞാനും ആന്റിക്ക് മോളെ പോലെയല്ലേ. ആന്റി അമ്പലത്തിൽ പോയിട്ട് വേഗം വരാട്ടോ.